ഹലാലായ ഭക്ഷണമാകണം, ഹറാമല്ല. ലോൺ എടുത്ത് പൈസ ഉണ്ടാക്കി, ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടി, അതുകൊണ്ട് കച്ചവടം ചെയ്ത് ആ ലാഭം എടുത്തിട്ടായിരിക്കും നമ്മൾ നോമ്പ് ഉറപ്പിക്കുന്നത്. അങ്ങനെ ഹലാലാവും. ബാങ്ക് നമ്മൾ കൊടുത്തു, ബാങ്ക് നമ്മുടെ സ്വന്തം കെട്ടിടത്തിൽ ബാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ റൂം കൊടുത്തു. ആ ബാങ്കുകാരൻ്റെ മാസത്തിൽ കിട്ടുന്ന നമുക്ക് പൈസ വാടകയാണ്, നമ്മുടെ സ്വന്തം പറയല കെട്ടിടത്തിലാണ് ബാങ്കുകാരൻ. എങ്ങനെ ഹലാലാവും? അതുകൊണ്ട് നമ്മൾ എങ്ങനെ കൊടുക്കും? ജായിസാകുമോ? ഒരിക്കലും ആ ജായിസാവൂല. അത് ഹലാലല്ല, അത് ഹറാമ തന്നെയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് മിൻ കസ്ബിൻ ഹലാൽ, ഹലാലായ സമ്പാദ്യം കൊണ്ട് വേണമേ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ നോമ്പ് തുറപ്പിക്കുന്ന വിഭവങ്ങൾ നൽകാം. എങ്കിൽ മാത്രമേ നോമ്പുകാരനെ കൊണ്ട് നിനക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. നിന്റെ നോമ്പ് കൊണ്ടും നിന്റെ ഇഫ്താർ കൊണ്ടും അല്ലാഹു അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയുള്ളൂ. യാതൊരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹലാലിന്റെ പൈസയിൽ നിന്ന് കൊടുക്കും, ഹറാമിന്റെ പൈസ വല്ല സംശയങ്ങളുണ്ടെന്ന് അതുകൊണ്ട് മാറ്റിവെക്കും, ഹലാലിൽ നിന്ന് എടുത്തു കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഹലാലായത് സമ്പാദിക്കാനും ഹലാലായത് ചെലവ് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ തൃപ്തിയോടെ ഒരാൾ നോമ്പെടുത്താൽ ആ നോമ്പെടുത്ത സമയത്ത് മരണപ്പെട്ടു പോയാൽ അത് റമദാനിലാകട്ടെ റമദാനല്ലാത്ത ദിവസങ്ങളിലാകട്ടെ നോമ്പുകാരനായി മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നോമ്പുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്ക് കുറച്ച് ഇളവ് ചെയ്തിട്ടുണ്ട്. ومن كان منكم مريضا أو على سفر فعدة من أيام أخر. ആരെങ്കിലും നോമ്പുകാർ, ആരെങ്കിലും രോഗികളായാൽ, ആരെങ്കിലും യാത്രക്കാരാണെങ്കിൽ അവർക്ക് അള്ളാഹു ഇളവ് ചെയ്തു കൊടുക്കും. അവർക്ക് നോമ്പ് മറ്റൊരു സന്ദർഭത്തിൽ നോമ്പ് നോറ്റാൽ മതി. രോഗിയാണ് പെണ്ണുങ്ങൾ, ചില പെണ്ണുങ്ങൾക്ക് യൂട്രസിന് അസുഖം ഉണ്ടാകും, ഷുഗർ, ഭയങ്കരമായ ഷുഗർ, പ്രഷർ, പെട്ടെന്ന് നമുക്ക് നോമ്പെടുക്കാൻ പറ്റാത്തൊരു അസുഖം, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ നിർബന്ധിച്ച് അങ്ങനെ നോമ്പെടുക്കാൻ നിൽക്കണ്ട. ശാഠ്യം പിടിച്ചിട്ട് ചിലർ നിങ്ങൾ നോമ്പെടുക്കും, ഇല്ല നോമ്പെടുക്കാൻ പറ്റില്ല. ഭർത്താക്കന്മാരോട് നോമ്പെടുക്കില്ല, നമുക്ക് സുഖമില്ല, ഡോക്ടർ പറഞ്ഞില്ല, പിന്നെ നമുക്ക് റാഹത്തായിട്ട് ശരീരത്തിന് ആവശ്യത്തിൽ കിട്ടുമ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് നോമ്പെടുക്കാം. ഇല്ല റമദാൻ മാസം എനിക്ക് വിടാൻ പറ്റില്ല, മരിച്ചാൽ അങ്ങനെ അങ്ങോട്ട് മരിക്കട്ടെ. എന്റെ സഹോദരിമാരെ, നാശത്തിലേക്ക് നിങ്ങളുടെ കൈകൾ കൊണ്ടിടരുത്. അള്ളാഹു പോലും വിലക്കിയ കാര്യമാണ്. അള്ളാഹു പോലും നമുക്ക് അഫോ ചെയ്തിട്ടുണ്ട്. രോഗികളാണെങ്കിൽ നോമ്പെടുക്കണ്ട, പിന്നീട് നിങ്ങൾ നോമ്പെടുത്താൽ മതി. ഗർഭിണികൾക്ക് നോമ്പെടുക്കൽ നിർബന്ധമില്ല. പാല് കൊടുക്കുന്ന, മുല കൊടുക്കുന്ന ഉമ്മമാർക്ക് നോമ്പെടുക്കൽ നിർബന്ധമില്ല. അത് മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾ വീട്ടാൽ മതി, നോറ്റ് വീട്ടാൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഹദീസുകൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിനെ റസൂലിനേക്കാളും അതിക്രമം കാണിക്കരുത്. അവരെ കവച്ചു വെച്ചുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കരുത്. പരിശുദ്ധമായ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ലഘുവാണ്, അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ്, ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്. പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് നൽകുന്ന താക്കീതാണ്. ഭർത്താക്കന്മാർ പറയുന്ന പോലെ പെണ്ണുങ്ങൾമാർ കേൾക്കൂല. നിങ്ങൾക്ക് ഊട്രസിൽ പ്രശ്നമാണ്, നോമ്പെടുക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മരിച്ചോട്ടെ, നോമ്പെടുത്ത് മരിച്ചാൽ കൂലി കിട്ടൂലേ? ഇല്ല, ആ കൂലിയൊന്നും അല്ലാഹു തരില്ല. നീ നോമ്പെടുക്കുന്നവർ, രോഗികൾക്ക് നോമ്പ് നിർബന്ധമില്ലല്ലോ, പിന്നെ തന്നെ നോമ്പെടുത്ത് മരിച്ചാൽ ആഖിറത്തിൽ കൂലി കിട്ടും. എനിക്ക് പിന്നൊരു സന്ദർഭത്തിൽ നോമ്പെടുത്തോ, അതാണ് വേണ്ടത്. ചില പെണ്ണുങ്ങളുണ്ട്, ആഫിയത്തുള്ള പെണ്ണുങ്ങളാണ്, നോമ്പെടുക്കും, നോമ്പെടുത്തിട്ട് അല്ല നോമ്പെടുക്കൂല പറഞ്ഞാൽ രോഗികളാകും, എന്നിട്ട് ഫിദ്യകൾ കൊടുക്കും. ഫിദ്യകൾ കൊടുക്കേണ്ടത് ആർക്കാ? നമ്മൾ രോഗികളായ മാതാപിതാക്കൾ, വൃദ്ധന്മാര്, വൃദ്ധകള്, ഇനി മരിക്കുന്നത് വരെ നോമ്പെടുക്കാനേ പറ്റൂല, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരാണ് ഫിദ്യ കൊടുക്കേണ്ടത്. നമുക്ക് 10-35 വയസ്സ് പെണ്ണുങ്ങൾ, അവർക്ക് ഈ ഒരു വർഷം അസുഖമായിരുന്നു, ഈ ഒരു വർഷം നോമ്പെടുക്കാൻ പറ്റാത്തതിന് ഫിദ്യ, അടുത്ത വർഷം വരെ അതിനുള്ളിൽ പിടിച്ചു കിട്ടണവള്, അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അവളങ്ങനെ ഫിദ്യ കൊടുക്കില്ല. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഇവൾക്ക് മരിക്കുന്നവരെ നോമ്പെടുക്കാൻ പറ്റൂല, അങ്ങനെ ശരഈയായിട്ട് നിയമമുണ്ടെങ്കിൽ അവൾ ഓരോ വർഷവും അതിൻ്റെ ഫിദ്യകൾ കൊടുക്കട്ടെ. ഇടയ്ക്ക് വന്ന മസല പറഞ്ഞു പോയതാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ആരെങ്കിലും പരിശുദ്ധമായ റമദാനിലോ അതല്ലാത്ത മാസങ്ങളിലോ വ്യയം ചെയ്യുകയാണ്, സദഖകൾ ചെയ്യുകയാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുകയാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വേളയിൽ
അവന്റെ അന്ത്യം സംഭവിച്ചു പോയാൽ, അവൻ മരണപ്പെട്ടു പോയാൽ യാതൊരു സബ്ജക്ഷനുമില്ല. ദഖലൽ ജന്ന, അവന്റെ സങ്കേതം സ്വർഗമാണ്, സ്വർഗമാണ്. സദഖകൾ ചെയ്യുന്നത് ഇബ്തിഗാ വജ്ഹില്ല, അല്ലാഹുവിന്റെ തൃപ്തിക്ക്, ആളുകളെ കാണിക്കാനല്ല. ഇവരിങ്ങനെ സദഖകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സദഖകൾ ചെയ്യാനുള്ള സാധന കിറ്റുമായി യാത്ര ചെയ്യുമ്പോൾ വാഹന അപകടത്തിൽ മരിച്ചു, നെഞ്ചുവേദന വന്ന് മരിച്ചു, അല്ലെങ്കിൽ നാളെ സദഖ ചെയ്യണമെന്ന് നിയ്യത്തെടുത്ത് ഇന്ന് കിടക്കുമ്പോൾ രാത്രിയായി അറ്റാക്ക് വന്ന് സൈലന്റ് അറ്റാക്കിൽ മരണപ്പെട്ടു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തിൽ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. സ്വർഗ്ഗപ്രവേശനം സദഖ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഔ കമാ ഖാല ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. സ്വർഗ്ഗപ്രവേശനത്തിന്റെ കാരണം നോമ്പാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അലൈക ബിസ്സൗം, നോമ്പ് നിങ്ങൾ മുറുകെ പിടിക്കണേ, ആ നോമ്പിലൂടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന്. ഔ കമാ ഖാല റസൂലുള്ളാഹി. നരകത്തിൽ നിന്നുമുള്ള മോചനം യാഥാർത്ഥ്യമാകണോ? നിങ്ങൾക്ക് നരകത്തിൽ നിന്നുമുള്ള മോചനം യാഥാർത്ഥ്യമാകണോ? അതിന് ഒരേ ഒരു വഴിയുള്ളൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ ഇല്ലാ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ, അവന്റെ മുഖത്തെ നരകത്തിന്റെ അഗ്നിഗോളത്തിൽ നിന്ന് അല്ലാഹു വിദൂരമാക്കി കളയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ. നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗത്തിലേക്ക് പോകാനാണ്, നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനാണ്. നരകത്തിൽ നമുക്ക് മോചനം കിട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. നരകത്തിൽ പ്രവേശിച്ചാൽ അവൻ നശിച്ചു, അവൻ തകർന്നത് തന്നെ. ആ നരക പ്രവേശനത്തിൽ നിന്ന് മോചനം ലഭിക്കണമോ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരാണോ നോമ്പെടുത്തത് ആ നോമ്പെടുത്തവൻ ഒരു ദിവസമെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അല്ലാഹു നിർദ്ദേശിച്ച പ്രകാരം പടച്ച റബ്ബിന് വേണ്ടി നോമ്പെടുത്തിട്ടുണ്ടോ, ഇല്ലാ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ, അവന്റെ മുഖത്തെ അല്ലാഹു നരകത്തിന്റെ തീയിൽ നിന്ന് വിദൂരമാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീണ്ടും ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ ഇല്ലാ ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖാ കമാ ബൈന സമാഇ വൽ അർദ് ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു ഒരു കിടങ്ങ് കുഴിക്കുമത്രേ. കമാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ എത്രത്തോളം വിശാലതയുണ്ടോ അത്രത്തോളം വിശാലമായ നിലയിൽ ഒരു കുഴി കുഴിക്കുമത്രേ. ആ നരകത്തിന്റെയും അവന്റെയും ഇടയിൽ ഒരു കുഴിയായിരിക്കും, ഒരു കിടങ്ങായിരിക്കും. അതിനപ്പുറത്തേക്ക് തീ അവനെ സ്പർശിക്കുകയില്ല. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്തവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം ഇതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ എത്ര കിട്ടിയെങ്കിൽ റമളാനിന്റെ ഫർദ് നോമ്പെടുത്താനുള്ള കൂലി എത്ര ആലോചിച്ചു നോക്കി. നോമ്പെടുക്കുന്നത് ഇതിനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? നോമ്പെടുക്കുന്നത് ഇതിനാണ്. എന്തിനാണ് പിന്നെ നോമ്പെടുക്കുന്നത്? വെറുതെ പട്ടിണിക്കിരിക്കുന്നത് എന്തിന് ചിന്തിക്കൂ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതിന് ലക്ഷ്യം ഇത് തന്നെയാണ്. ഇതല്ലാതെ വേറെ മറ്റൊരു മാർഗമില്ല. സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്നുമുള്ള മോചനവും നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകണമോ? അലൈക ബിസ്സൗം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നോമ്പെടുക്കണേ, നോമ്പെടുക്കണേ. നോമ്പല്ലാതെ ഫൈന്നഹു ലാ മിസ്ല ലഹു, ഇതിന് പരിഹാരമായി മറ്റൊരു വസ്തുക്കളും ഇല്ല തന്നെ. ഒരു വസ്തുവുമില്ല. നരകത്തിൽ നിന്നുള്ള മോചനം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നോമ്പെടുക്കുക. സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും നമുക്ക് ആവശ്യമായത് മഗ്ഫിറത്താണ്. പാപമോചനമാണ്. ഈ പാപമോചനം ഇതിൽ നിന്ന് കിട്ടും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമായി. ആരാണോ റമളാനിൽ
ഈമാനോടെ ഇഹ്തിസാബോടെ വിശ്വാസത്തോടെ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയോടെ സ്വർഗപ്രവേശനമെന്ന നീയത്തോടെ അള്ളാന്റെ പൊരുത്തത്തോടെ നോമ്പെടുക്കാൻ ആര് തയ്യാറായോ അവന്റെ മുൻപിൻ പാവങ്ങൾ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് മുൻപിൻ പാവങ്ങളെ മാപ്പ് ചെയ്തവർക്കാണ് നരകത്തിൽ നിന്നും അള്ളാഹു മോചനം നൽകുക, സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശനം നൽകുക. ആ സ്വർഗപ്രവേശനം യാഥാർത്ഥ്യമാകണമോ, നരകത്തിൽ നിന്നുമുള്ള മോചനം യാഥാർത്ഥ്യമാകണമോ? അലൈക ബിസ്സൗം, നോമ്പ് മുറുകെ പിടിക്കണേ. ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിന് പരിഹാരമായി മറ്റൊരു വഴികളേ ഇല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിന്റെ അവസാനത്തിൽ മിമ്പറിലേക്ക് കയറിയിട്ട് 3 ആമീൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ആമീന്റെ യാഥാർത്ഥ്യം എന്താ? ബഅദമൻ അദറക റമളാന ഫലം യുഗ്ഫർ ലഹു ഖുൽതു ആമീൻ. പരിശുദ്ധമായ റമളാൻ സമാഗതമായിട്ട് ഒരുവന്റെ നോമ്പ് കൊണ്ട്, ആ നോമ്പിന്റെ പ്രതിഫലം കൊണ്ട് അല്ലാഹുവിന്റെ പാപങ്ങളെ മാപ്പ് ചെയ്തില്ല എങ്കിൽ ഫലം യുബാവ ബഅദ ബഅദ, അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അവന്റെ റഹ്മത്തിൽ നിന്നും അവന്റെ മഗ്ഫിറത്തിൽ നിന്നും വിദൂരം പ്രാപിക്കട്ടെ, വിദൂരം പ്രാപിക്കട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരം പോയി, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പോയവന് സ്വർഗമില്ല മക്കളെ, സ്വർഗമില്ല. അതുകൊണ്ടാണല്ലോ ഈ മാസത്തിന്റെ ആദ്യത്തെ 10 കൊണ്ടുള്ള ലക്ഷ്യം നിങ്ങൾക്ക് എന്താ അറിയോ? എന്തിനാ റഹ്മത്ത്? റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ എന്താന്ന്? ഇരിക്കുന്ന പെണ്ണുങ്ങന്മാരുടെ പേരാണ് റഹ്മത്ത് എന്ന്. അവ്വലുഹു റഹ്മാ, റഹ്മത്ത് എന്ന് മനസ്സിലാക്കുക. വെറുതെ നോമ്പ് പിടിക്കരുത്. നോമ്പ് പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് നോമ്പ് എടുക്കണം. നമ്മളെല്ലാ ഉസ്താദുമാരും പ്രസംഗിക്കും അവ്വലുഹു റഹ്മ ഔസതുഹു മഗ്ഫിറ ആഖിറുഹു നജാത്തുൻ മിനന്നാർ. തുടക്കം റഹ്മത്താണ്, ഇടയ്ക്ക് മഗ്ഫിറത്താണ്, അവസാനം ഇത്ഖും മിനന്നാറാണ്. എല്ലാം പറയും. എന്താ റഹ്മത്ത്? എന്താ റഹ്മത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചവനാണ്, നമ്മുടെ സംരക്ഷകനാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ സൃഷ്ടാവാണ്, ജഗത്തിന്റെ നായകനാണ്, ജഗത്തിന്റെ ഉടമസ്ഥനാണ്, നമ്മെ ജീവിപ്പിച്ചവനാണ്, നമ്മെ മരിപ്പിക്കുന്നവനാണ്, നമുക്ക് രോഗം നൽകുന്നവനാണ്, ആ രോഗം സുഖപ്പെടുത്തുന്നവനാണ്, നമുക്ക് മോചനം നൽകുന്നവനാണ്, നമുക്ക് വിഭവങ്ങൾ നൽകുന്നവനാണ്. റാസിഖാനല്ലാഹ്, മാലിക്കാനല്ലാഹ്, ഖാദിറാനല്ലാഹ്, റഊഫാനല്ലാഹ്, റഹീമാനല്ലാഹ്, ഗഫാറാനല്ലാഹ്, ജബ്ബാറാനല്ലാഹ്, ഷാഫിയാനല്ലാഹ്, വാഫിയാനല്ലാഹ്, മുഹിയാനല്ലാഹ്, മുമീതാനല്ലാഹ്, ഖാദിറാനല്ലാഹ് ജല്ല ജലാലുഹു. അല്ലാഹുവിന്റെ വസ്ഫുകൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ലാഹുക്ക് എത്ര ഇസ്മുണ്ട്? അല്ലാഹുക്ക് എത്ര ഇസ്മുണ്ട്? എത്ര ഇസ്മുണ്ട്? പറയൂ, സദസ്സിന് പറയൂ. എത്ര? 25? 129? 99? തെറ്റിപ്പോയി. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് അള്ളാഹെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത്. നമുക്ക് അള്ളാഹെ കുറിച്ച് ഇതുവരെയ്ക്ക് അറിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. അള്ളാഹ് 99 പേരേ ഉള്ളൂ നമ്മൾ പഠിച്ചു വെച്ചാൽ അങ്ങനെയാണ് ഇല്ലേ? എല്ലാവരും സദസ്സിന്ന് ഏകകണ്ഠ അഭിപ്രായം. നിങ്ങൾ മാത്രമല്ല, എല്ലാവരും പറഞ്ഞത് എനിക്കിന്നോട് കേൾക്കാൻ പറ്റാത്തതാണ് ചോദിച്ചത്. ചില 29 എന്ന് പറയുന്നത്, ചില 129 എന്ന് പറയുന്നത്. 2-3 വർഷമായിട്ട് നമ്മൾ വാദം കേൾക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇസ്മ 99 ഉള്ളൂ എന്നാണ് നമ്മൾ ഇന്ന് വരെ പഠിച്ചു വെച്ചത്. ഞാൻ പറയുന്നു അല്ല. ഞാനൊരു കുത്തമ്പാതി ഒന്നുമല്ല കേട്ടോ. ഇയാളിപ്പോൾ പുതിയൊരു നിയമമായിട്ട് വരുന്നു. അത് ചർച്ചയായിട്ട് തലശ്ശേരിയിൽ വന്നൊരു ചർച്ചയായി. അള്ളാഹ് 99 ഇസ്മല്ല പോലും ഇപ്പോൾ പുതിയൊരു നാമമായിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരു സാധനം. കൊള്ളാം. ഞാൻ പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് 4000 ഇസ്മുകളാണുള്ളത്. 4000 ഇസ്മുകളാണുള്ളത്. 99 ഇസ്മുകളല്ല, 4000 ഇസ്മുകളാണ്. എത്ര പറയാൻ തന്നെ ഒരു മടിയില്ലേ? 4000. 4000 എന്ന് പറഞ്ഞപ്പോൾ സഹോദരിമാരെ സഹോദരങ്ങളെല്ലാം ഇതുവരെ അസ്മാഉൽ ഹുസ്ന ഞങ്ങൾ എടുത്ത് വെച്ച് എണ്ണി നമ്മൾ 99 ഇല്ലല്ലോ. 99 ഞങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുള്ളത് 99ആണ്. ഈ 4000 നിങ്ങൾ വിചാരിപ്പോൾ ആദ്യം കേട്ടത് എന്ത് വിചാരം? അപ്പോൾ 4000. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് 4000 ഇസ്മുകളാണുള്ളത്. വിശ്വസിക്കോ? എത്ര ഇസ്മുകളാ പറയൂ. അപ്പൊ സാക്ഷിയായി. നിങ്ങളും പറഞ്ഞ 4000 ഉണ്ടാണ്. അപ്പൊ സാക്ഷിയായില്ല 4000 ആയെന്ന്. ഇന്ന ലില്ലാഹി തആല 4000
ശരി തന്നെയാണ്. ഇപ്പം ആളുകൾ വിചാരിക്കുന്നത് 99 എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ശശിയായിരുന്നു. നമ്മളെല്ലാം ഇപ്പം ശശിയായിട്ടില്ലേ? അതല്ലേ സംഭവം.